കാലാവസ്ഥ കണ്ടോ? നല്ല മഴ പെയ്യാൻ പോവാണ്. അന്തരീക്ഷം മൊത്തം ഇങ്ങനെ കണ്ടോ, ഫുള്ള് മേഘാവൃതമായി മഴത്തുള്ളികൾ പതിയെ പതിയെ താഴേക്ക് വരാൻ പോവുകയാണ്. കാലാവസ്ഥ നല്ല ഭയങ്കര മഴ പെയ്യാൻ പോവാണ്. ഇടവത്തിൻ്റെ ആ മധുരമായ മഴ. നമ്മളൊക്കെ പണ്ട് 4 മണി മഴ കണ്ടിട്ടില്ലേ? സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ, സ്കൂളിൽ പോണ സമയത്ത് വൈകുന്നേരങ്ങളിൽ 4 മണി മഴ പെയ്യുമ്പോൾ ആ സ്കൂളിൻ്റെ ജനലുകളൊക്കെ കൊട്ടിയടച്ച് കാറ്റ് വരുമ്പോൾ ടീച്ചർ പറയും, ആ ജനലുകളൊക്കെ അടച്ച് പിള്ളേരെല്ലാം മിണ്ടാണ്ടിരുന്നോളാൻ പറയും. അങ്ങനെ മിണ്ടാണ്ടിരുന്ന് ആ ലാസ്റ്റ് പീരീഡ് സ്കൂളിലെ ആ ക്ലാസ്സിൽ വലിയ മരങ്ങൾ കാറ്റ് പിടിക്കുന്നതും ജനാലകൾ കൊട്ടിയടയ്ക്കുന്ന ശബ്ദമൊക്കെ കേട്ട് ക്ലാസ്സിൽ മഴയെ നോക്കിയിരുന്ന ആ മധുരമുള്ള 4 മണി മഴ പെയ്യുന്ന മധുരമുള്ള കാലം നമുക്ക് ഓർമ്മയില്ലേ? അതുപോലൊരു മനോഹരമായ മഴ പെയ്യാനുള്ള അന്തരീക്ഷമാണ് 4 മണി നേരത്ത്. ആകാശം നിറയിരുണ്ട് മഴമേഘങ്ങൾ വന്ന് നിറഞ്ഞ് ഇപ്പോൾ പെയ്യും എന്ന രീതിയിൽ മഴ താഴേക്ക് പതിക്കാനൊരുങ്ങുന്ന മനോഹരമായൊരു കാഴ്ച. എന്ത് സുന്ദരമാണ്, എത്ര മനോഹരമാണല്ലേ! നമ്മൾ ആ 4 മണി നേരത്ത് സ്കൂൾ വിട്ട് റോഡിലൂടെ പോകുമ്പോൾ അതിശക്തമായിട്ടായിരിക്കും മഴ പെയ്യുന്നത്. ആ മഴയൊക്കെ നമ്മുടെ കുടയൊക്കെ, ചിലപ്പോൾ അന്നത്തെ കുട എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ പഠിക്കുന്ന കാലത്തുള്ള കുട എന്നൊക്കെ പറയുന്നത് ഈ കോട്ടൺ ശീല കൊണ്ടുള്ള കുടയാണ്. ആ ചെറിയ ചെറിയ തുളകളൊക്കെ വീണ്, എന്നിട്ട് ആ കുടയിങ്ങനെ വലിച്ചു പിടിക്കുക. കാറ്റ് ആ കുടയെ വലിച്ച് പറിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കുട മുറുക്കെ പിടിച്ച് ആ കുടയിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെയാണ് ആ മഴയെ നമ്മൾ പ്രതിരോധിക്കുന്നത്. 2 സൈഡിൽ നിന്ന് നല്ല ചാറ്റലുകൾ വന്ന് മഴ തുള്ളി ചാറുകൾ ദേഹത്തേക്ക് മുഴുവൻ തെറിപ്പിച്ച് മഴ വീശുന്നത്, കാറ്റ് ചിലപ്പോൾ കമ്പിയൊക്കെ വളച്ചൊടിച്ച് നമ്മുടെ കുടയെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആ കാഴ്ചകളൊക്കെ, ആ മഴയുടെ ആ സുന്ദരമായ കാഴ്ചകളൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. 4 മണി നേരത്തെ ആ മഴ. അന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് മരങ്ങളുടെ ചില്ലകളും കൊമ്പുകളും എല്ലാം ഇങ്ങനെ ഞെരിവിരി കൊള്ളുന്ന കാറ്റത്ത് വലിയ മനോഹരമായൊരു ദൃശ്യമാണ് ആ മഴ പകരുന്നത്. അത്രയും മനോഹരമായൊരു ഭംഗിയുള്ള കാഴ്ചയാണ് ആ മഴ പകരുന്നത്. വലിയ മഴത്തുള്ളികൾ, വളരെ ശക്തമായ മഴത്തുള്ളി റോഡിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ 2 റോഡിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒഴുകുമ്പോൾ ഇങ്ങനെ ആ മഴവെള്ളത്തിലൂടെ ഇങ്ങനെ കാലുകളൊക്കെ നനഞ്ഞ് കുളിച്ച് പാൻറ്റും നിക്കറും എല്ലാം നനഞ്ഞ്, തൊട്ടപ്പുറത്തെ പെൺപള്ളിക്കൂടത്തിൽ നിന്ന് പെൺകുട്ടികളിങ്ങനെ നനഞ്ഞ പാവാടയുമൊക്കെ ആയി ഇങ്ങനെ നടന്നു വരുന്ന കാഴ്ചകളൊക്കെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ആൺകുട്ടികളും ഒക്കെ അന്നത്തെ കാലത്തെ മധുരമുള്ള ഓർമ്മകളാണ്. ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ റോഡിൽ നിന്ന് പിന്നെ പാടവരമ്പിലൂടെയൊക്കെയാണ്. പാടം, ചെറു തോടുകൾ, വലിയ തോടും ചെറുതോടും നടുക്കൊരു തോടുണ്ട്. ആ തോടുകളെല്ലാം കിടന്ന് പാടത്തെ ക്രോസ് ചെയ്ത് മനോഹരമായൊരു ദൃശ്യമായിരുന്നു അന്ന്. ആ മഴവെള്ളം വരുമ്പോൾ റോഡൊക്കെ ചെളിയിലൊക്കെ കുഴഞ്ഞ ചെളിവെള്ളത്തിലൊക്കെ ചാടി മറഞ്ഞ്, പ്രത്യേകിച്ച് അന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വിട്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ വെള്ള യൂണിഫോം നീലപ്പാൻറ്റുമൊക്കെ മൊത്തം നനഞ്ഞ് നല്ലൊരു രസമുള്ളൊരു അനുഭവമാണ് ആ മഴ. ഓരോ മഴക്കാലവും നൽകുന്നത്. ഇപ്പോൾ നോക്കി, മഴയുടെ അന്തരീക്ഷം കൂടി വരുവാണ്. കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കൂടുന്നു ആകാശത്ത്. മനോഹരമായ മഴ ദൃശ്യങ്ങളാണ്. ഇതുണ്ട്, ഇപ്പം പെയ്യുമെന്ന് മഴ ഇങ്ങനെ അടുത്ത് വരുവാണ്. അതിശക്തമായ മഴയുടെ തുള്ളികൾ ഇങ്ങനെ അടുത്തടുത്ത് വന്ന് അത് അതിശക്തമായിട്ട് പെയ്യാൻ ഒഴുകുകയാണ്. ഇടവത്തിൻ്റെ ആ മധുരമായ മനോഹരമായ മഴത്തുള്ളികൾ ഓരോ നിമിഷവും അത് ഭൂമിയിലേക്ക് ഇങ്ങനെ പതിക്കുന്ന മനോഹരമായ കാഴ്ച. ആ തുള്ളികൾ നനഞ്ഞ് കുതിർന്ന് ആ മഴ വെള്ളം വീഴുന്ന പാതയിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ കൊതിച്ച ഒരു ബാല്യത്തിൻ്റെ മധുരം ഞാനിപ്പോൾ ഈ റീൽസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്, ആ മഴയുടെ മധുരം.